നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്ന് നിൽക്കുന്നത് മുംബൈയിലെ അംബർനാഥിലുള്ള ഓർഡിനൻസ് എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പഗിരി ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഏകദേശം 4 പതിറ്റാണ്ടായി ഈ അമ്പലം ഇവിടെ സ്ഥാപിതമായിട്ട്. ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലമുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ അമ്പലത്തിലെ എല്ലാ വിശേഷങ്ങളെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. നമുക്കെല്ലാം ഒരുമിച്ച് അമ്പല ദർശനം നടത്താം. വരൂ വീഡിയോയിലേക്ക്. ഇതൊരു ഗണപതി ഭഗവാന്റെ അമ്പലമാണ്. ഗണപതി ഭഗവാനെയാണ് നമ്മൾ ആദ്യം വന്ദിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. ഗണപതി ഭഗവാന്റെ അമ്പലത്തിൽ തൊഴുതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് അമ്പലത്തിലേക്ക് നടക്കുന്ന കാഴ്ചയാണ്. ഇവിടെ തന്നെ ഒരു ആൽമരവും ഉണ്ട്. അമ്പലത്തിലേക്ക് നടക്കുന്നത് ഇതാണ് അയ്യപ്പഗിരി അമ്പലം. നിറയെ സ്ഥല സൗകര്യങ്ങളുള്ളൊരു അമ്പലം കൂടിയാണിത്. മുംബൈയിലൊക്കെ ഇത്രയും വലിയൊരു അമ്പലം കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇത് 18ാം പടിയാണ്. ഇത് 18ാം പടി ചവിട്ടിയാണ് ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ, കന്നി അയ്യപ്പന്മാർ എല്ലാം ശബരിമലയ്ക്ക് പോകാറ് പതിവുള്ളത്. ഇതാണ് ഇവിടുത്തെ കൊടിമരം. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ശിവലിംഗമാണുള്ളത്. ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് തൊഴുതിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ശിവഭഗവാന്റെ ശിവലിംഗം കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടക്കാം. ഇവിടെ അമ്പലത്തിന്റെ പണി നടക്കുകയാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നത്. ഇവിടെയാണ് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം ഞാൻ കുറച്ചും കൂടെ അടുത്ത് നിന്ന് നല്ലപോലെ കാണിച്ചു തരാം. ഇതാണ് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം. കൊത്തുപണികളും എല്ലാം വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ പണി നടക്കുകയാണ്. ഇപ്പോൾ നാട്ടിലുള്ള പണിക്കാരാണ് ഇവിടെ വന്ന് എല്ലാ പണികളും ചെയ്തു തരുന്നത് നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് ഒരു നാട്ടിലെ അമ്പലത്തിന്റെ പ്രതീതി ഈ അമ്പലത്തിനുള്ളതും. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ വരിക എന്നുള്ളത്. കാരണം ഈ അമ്പലത്തിലെ പൂജകളായിക്കോട്ടെ, ഈ അമ്പലത്തിലുള്ള എല്ലാ ഉത്സവങ്ങൾ എല്ലാം വളരെ നമുക്കൊരു നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം ആഘോഷിച്ച് അതേ പ്രതീതിയാണ് കിട്ടാറുള്ളത്. വളരെ 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 നല്ലൊരു ദർശനമാണ് നമുക്കിവിടെ വന്ന് പോയാൽ കിട്ടുന്നത്. ഇനി ഗണപതി ഭഗവാന്റേത് കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഗണപതി ഭഗവാന്റെ അമ്പലം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നവഗ്രഹങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ് നവഗ്രഹങ്ങളുടെ അമ്പലം കെട്ടിയിരിക്കുന്നത്. ഇവിടെയാണ് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ. ഇവിടെ ഞങ്ങൾക്കൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. നിറയെ ചെടികളുണ്ട്, കൊന്നമരമുണ്ട്, ഞങ്ങൾക്ക് മാവുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, ഒരുവിധപ്പെട്ട മരങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ കമ്മിറ്റിയിലെ ചേട്ടന്മാർ തന്നെയാണ് ഇതിനെയൊക്കെ നന്നായി നോക്കിക്കൊണ്ടു പോകുന്നത്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഒരു പൂന്തോട്ടം. വളരെ നല്ലതാണ്. ഇവിടെ നല്ല നല്ല പൂക്കളുണ്ട്. നല്ല പൂന്തോട്ടമാണിത്. നല്ല പൂന്തോട്ടമാണ് ഞങ്ങൾക്കുള്ളത്. നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഇതിനെ ഈ രീതിയിൽ ഈ ചെടികളെയെല്ലാം ഈ രീതിയിൽ നോക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ പുഷ്പിച്ച് നിൽക്കുന്നതും ഉള്ളത്. അതൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ദേവിയുടെ അമ്പലം കാണാം. ഇത് ദേവിയുടെ നടയാണ്. ദേവിയുടെ നട തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കൃഷ്ണന്റെ അമ്പലം തൊട്ടടുത്തുള്ളത്. കൃഷ്ണ വിഗ്രഹം കാണാം. ഇനി നമുക്ക്
ഇതാണ് അമ്പലം. കൃഷ്ണൻ്റെ അമ്പലത്തിൽ ആരതി നടക്കുകയാണ്. കൃഷ്ണ ഭഗവാന്റെ ആരതിയാണ് ഇപ്പോൾ നടന്നത്. ഇനി നമുക്ക് നവഗ്രഹങ്ങളുടെ അടുത്തോട്ട് പോകാം. അമ്പലത്തിൽ ഇത്തിരി നടക്കാനുള്ളതുകൊണ്ടാണ് ഇത്തിരി താമസം വീഡിയോ എടുക്കാനായിട്ട് നടന്ന് വരാനായിട്ട്. ഇത് നവഗ്രഹങ്ങളുടെ അമ്പലമാണ്. ഇവിടെ 9 വലത്ത് വയ്ക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നവഗ്രഹ പ്രതിഷ്ഠയാണുള്ളത്. പിന്നെ അമ്പലത്തിൻ്റെ പൂജകളെ പറ്റി കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആൾക്കാർക്ക് പൂജ ചെയ്യാവുന്നതുമാണ്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അമ്പലത്തിൻ്റെ ദർശനം. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളത്. അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക, കരിങ്കല്ലുകളൊക്കെ കാണുന്നത് കൊണ്ടാണ്, പണി നടക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ അമ്പലത്തിൻ്റെ ദർശനം കാണിച്ചു തന്നത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് അമ്പലമായതുകൊണ്ട് എനിക്ക് അധികം നല്ല രീതിയിൽ ഇത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പൊതുവെ പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ എല്ലാ ഉത്സവങ്ങളായിക്കോട്ടെ, എല്ലാ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. 10 ദിവസത്തെ ഉത്സവം ഇവിടെ നടക്കാറുണ്ട്. കൂടാതെ എല്ലാ പൂജകളും, ഇന്നലെയായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ ആയിരുന്നു. കൂടാതെ ഇവിടുത്തെ ഉത്സവ സമയത്ത് നമ്മൾ കുറച്ചധികം ദൂരെയുള്ളൊരു അമ്പലത്തിൽ നിന്നാണ് നമ്മളിത് എഴുന്നള്ളത്തുമായിട്ട് താലപ്പൊലി ഏന്തി വരാറുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികളായിക്കോട്ടെ വളരെ നല്ല രീതിയിലാണ്, റോഡിലൊന്നും ആർക്കും ഒരു ട്രാഫിക് ബ്ലോക്കോ ഒന്നും ഉണ്ടാക്കാതെ വളരെ നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുവന്ന് അമ്പലത്തിൽ എത്തിക്കാറുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. എല്ലാ രീതിയിലും ഈ അമ്പലം വളരെ എനിക്കിഷ്ടമുള്ളതാണ്. ഞാൻ എല്ലാ സൺഡേയും ഞാൻ ഇവിടെ വരാറുണ്ട്. എല്ലാവർക്കും ഈ അമ്പലം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ അമ്പലത്തിൻ്റെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഈ അമ്പലം ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് വന്നത്. ഇനിയും എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോയിലൂടെ ഇനിയും വീണ്ടും കാണാം. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.